പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പെർമിഷൻ കിട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ക്യാമ്പ് നിർത്തി വെച്ചായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളിതിൻ്റെ ഫോളോ അപ്പ് നടത്തും, വേണ്ട പ്രിലിമിനറി മെഷേഴ്സ് മൊത്തം എടുക്കും. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. ഫുഡ് സാമ്പിൾ കളക്ട് ചെയ്യും, വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യും. പിന്നെ നമ്മുടെ അഡ്മിറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ എൻക്വയറി നടത്തിയിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചത് വേണ്ട നടപടി എടുക്കും. അല്ല, പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അങ്ങനെ നമുക്കൊരു വ്യക്തമായൊരു തെളിവ് കിട്ടിയിട്ടില്ല. ഇല്ല, അതങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ പറ്റത്തില്ല. നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാബ് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കളക്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഗുരുതരമൊന്നുമല്ല അവരുടെ ഇന്നലെ. ഇപ്പം സാധാരണ ഉണ്ടാകുന്ന പോലെ വയറിളക്കം വോമിറ്റിങ്ങുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് നേരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായി, മർദ്ദനം ഉണ്ടായെന്നൊക്കെ ഒരു ആരോപണമുണ്ട്. അല്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതായത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇവിടെ നിന്നുള്ള ഫുഡ് സാമ്പിളുകൾ എടുക്കും, വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കും. അതിനുശേഷം മാത്രമേ വിദഗ്ധമായിട്ടുള്ളൊരു കാര്യം പറയുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകും, അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികളെ കണ്ടപ്പോൾ അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഭക്ഷണത്തിലുണ്ടായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ നേരിട്ടു എന്നതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഒരു കുട്ടിയുടെ ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ആരോപണമല്ല, കുറച്ചധികം കുട്ടികൾക്ക് ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സ്ഥിതി വരുമ്പോൾ അത് ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇത്രയധികം കുട്ടികളെ 600-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിൽ ഇത്രയധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടും തുടക്കത്തിലെ അതിനെ മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ. സുരേന്ദ്രനാണ് വിവരങ്ങൾ കാക്കനാട് നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 73ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ കാണിക്കുന്നില്ല എന്ന് തുടങ്ങിയ വലിയ ആരോപണമുണ്ട്. എന്തായാലും കർശന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് NCC ക്യാമ്പ്. അവിടെ ആ ക്യാമ്പിൽ കഴിയുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ സാധാരണ ഭക്ഷണം അവിടെ പാചകം ചെയ്തൊക്കെയാണ് നൽകാറുള്ളത്. അത് ഏത് തരത്തിലായിരുന്നു ഇത്തവണ നൽകിയിരുന്നത്, പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കുകയായിരുന്നു എന്നതൊക്കെ അതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാലും ഭക്ഷ്യവകുപ്പ് അവിടെ എത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്.